പഴയ കാലം വെച്ച് നോക്കുമ്പോഴത്തേക്കും അധോഗതിയിലേക്കാണ് പോയത്. യാതൊരു പുരോഗതി ഇല്ലാത്തൊരവസ്ഥ. വഴിയായിട്ടും നാടൊരു അധോഗതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എങ്ങനെ നമുക്ക് അങ്ങനെ പന്നിശല്യം അങ്ങനെ ഉണ്ടോ? കുറച്ച് മുകളിലേക്ക് മാറി പന്നി, മുള്ളം പന്നി, കാട്ടുകോഴി, കേഴ എല്ലാം ഉണ്ട്. കേഴ ഇവിടെ വരുന്നുണ്ട്. ഒരു കുറച്ച് നാൾ മുമ്പ് ഇതിലെ ചാടി ഈ റോഡാ ചാടി പോയി. പട്ടിയുടെ ബഹളം കേട്ടാണ് നമ്മള് നോക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ KC ബോർഡിന്റെ പഴയൊരു വർക്ക്ഷോപ്പ് കാണാം. ഈ കാണുന്നതാണ് KC ബോർഡിലെ വാഹനങ്ങൾ പണ്ട് റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഷോപ്പ്. ഹായ്, ടിജോയാണ്. നമ്മളിന്ന് കൊണ്ട് ഇടുക്കി ജില്ലയിലെ അറക്കുളം പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ചേറാടി എന്ന ഗ്രാമത്തിലാണ്. അപ്പോൾ ആ ഗ്രാമത്തിലെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പാലത്തിൽ നിന്ന് നമ്മൾ ഇടത്തേക്ക് പോകണം, ചേറാടിയിലോട്ട്. KC ബോർഡ് പാലം. ഇവിടെ കുറെ KC ഇവിടെ കുറെ കെട്ടിടങ്ങളും ക്യാൻറ്റീനും ഹോട്ടൽസൊക്കെ കാണാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊടുപുഴയാറിന്റെ ഉത്ഭവ നദിയത്. അതെ, ഈ കാണുന്ന അച്ചാർ. ഇവിടെ നമുക്ക് കുറെ KCB കോട്ടേഴ്സുകൾ കാണാം അല്ലെ. സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ, പണ്ട് ഇവിടങ്ങളിലൊക്കെ നമ്മുടെ ചേരാടിക്കാര് അല്ലെ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. ചേരാടിക്കാര് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ്. പ്രോജക്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവരുടെ കോട്ടേഴ്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇവിടുന്ന് പുറകിലേക്ക് കുടിയൊഴിപ്പിച്ചു. ഈ സ്ഥലം ഏറ്റെടുത്തു. എന്നിട്ട് അവിടെ കൊണ്ട് കുടിയിരുത്തിയില്ലേ? അവിടെ കൊണ്ടുവന്ന് അങ്ങോട്ടേക്ക് അവരെ മാറ്റിയല്ല, അത് അവരുടെ സ്ഥലമായിരുന്നു. ഈ സ്ഥലം KC ബോർഡ് ഏറ്റെടുത്തു. ഈ സ്ഥലം ഏറ്റെടുത്തിട്ട് അങ്ങോട്ട് അങ്ങോട്ടേക്ക്. അങ്ങനെ അവര് നട്ട തെങ്ങൊക്കെ കാണാം അവിടെ. അതല്ലേ, ഈ സ്ഥലത്ത് നിൽക്കുന്ന തെങ്ങെല്ലാം ചേറാടിയിലുള്ള പഴയ കാലത്തുള്ള ആദിവാസികൾ നട്ട തെങ്ങും പഴയ വലിയ മരങ്ങളൊക്കെ അവര് നട്ടാ. ഒരുപാട് കോട്ടേഴ്സുകൾ ആൾതാമസം ഇല്ലാതെ കിടക്കുന്നുണ്ടല്ലേ. ഒരു എന്താ പറയുന്ന ഒരു മെയിൻ്റെനൻസും ഇല്ലാതെ കിടപ്പുണ്ട്. KCBയുടെ കോട്ടേഴ്സിന്റെ ഒരു സൈഡിലുള്ള ആൾക്കാർ താമസിക്കുന്ന വീടുകളും ഉണ്ടല്ലേ. ഇത് ജോലിക്കാരല്ലാത്തവര് താമസിക്കുന്നത് ഇവിടെ അല്ല, ഈ താഴെ കാണുന്ന വീടുകളല്ലേ. അവിടെകളൊന്നും ആൾക്കാർ താമസമില്ലെന്ന് കണ്ടിട്ട് തോന്നുന്നു. കോട്ടയത്തിലും താമസക്കാരില്ല. പണ്ട് ശരിക്കും പറഞ്ഞ ഒരു 10-30 അല്ലേ 30 വർഷങ്ങൾക്ക് അപ്പുറമൊക്കെ ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമല്ലേ. 350 കോട്ടേഴ്സ് ഉണ്ട്. 350ഓളം കോട്ടേഴ്സ് ഉണ്ട്. 350 കോട്ടേഴ്സ് ഉള്ള ആൾക്കാരെ വെച്ച് കൂട്ടിക്കും. ഒരു കോട്ടേഴ്സ് ഒരു 3 പേരേലും കാണൂലേ. 3 പേരെന്നല്ല, പണ്ടൊക്കെ ഒരു 5-6 പേരുണ്ട് ഒരു കോട്ടേഴ്സ്. 350 × 3 കൂട്ടിയാൽ തന്നെ 1000-ന് മേളിലായി. എത്ര പേരുണ്ടല്ലേ. വീടുകളൊക്കെ വീടുകളുണ്ട്. അപ്പൊ നമ്മളിതേ ഇവിടുന്ന് നമ്മള് തിരിഞ്ഞു പോകണം. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇപ്പൊ പോകുന്ന വഴി നേരെ പോകുന്ന വഴിക്ക് പോവാണെങ്കിൽ നമുക്ക് പതിപ്പള്ളി മേമുട്ടം കൂടി നമുക്ക് മാവണ്ണൊക്കെ പോകാം. പക്ഷെ നമ്മളിതേ ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മള് ചേറാടി പോകുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് വനമേഖല റോഡിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത്രയിലും ഭേദമുണ്ടല്ലോ. പണ്ട് ഇത് മൺ റോഡായിരുന്നു. ഓഫ് റോഡ് ജീപ്പ് മാത്രം. ജീപ്പും പോകുകയല്ല, നടന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഇതല്ല ആദ്യത്തെ വഴി ആശ്രമത്തേക്കുള്ള. വണ്ടിയൊന്നും ഇല്ല, പണ്ട് നടന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഈ ശകലം താഴെടം വരെ KC ബോർഡിന്റെ. ഇവിടെ KC ബോർഡിന് പണ്ടൊരു ഇതുണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്. അങ്ങോട്ടുള്ള വഴിയായിരുന്നു. KC ബോർഡിന്റെ വാഹനങ്ങളും അന്നത്തെ പ്രോജക്ട് കാലത്തെ വാഹനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഇവിടെ ഒരു വർക്ക്ഷോപ്പ്. അതെവിടെ താഴ്ഭാഗത്തായിരുന്നു? ഈ വഴി നേരെ ചെന്ന് കയറുന്ന അങ്ങോട്ട് വർക്ക്ഷോപ്പിലോട്ട്. അതെയോ? ഈ ഇടത്തോട്ട് കിടക്കുന്ന. അപ്പോൾ ഇതേ നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴേക്കും നമുക്ക് ഇവിടെ KC ബോർഡിന്റെ പഴയൊരു വർക്ക്ഷോപ്പ് കാണാം. ഈ കാണുന്നതാണ് KC ബോർഡിലെ വാഹനങ്ങൾ പണ്ട് റിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന വർക്ക്ഷോപ്പ്. ഇവിടുന്ന് ചേറാടി തുടങ്ങുന്നത്. ചേറാടിക്കുള്ളത് വന്നപ്പോഴേക്കും നമുക്കിവിടെ ഒരു കട കാണാം കേട്ടോ. കടയിൽ നിന്ന് അടച്ചിട്ടൊക്കെ വന്നിരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ ഒന്ന് കാണാവേ. ഇതേ അപ്പം നമ്മൾ വരുന്ന വഴിക്കണ്ടാണ് ഇവിടെ ഒരു ചെറിയൊരു ഗുഹ പോലെ ഒന്ന് കണ്ട്. അതിനൊരു നായയൊക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇത് എന്തോ ഒരു ചരിത്രമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ റോഡ് പണി ഇപ്പം ഇങ്ങനെ ഒരു ഗുഹ ഉണ്ടായതെന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ വന്നപ്പോഴേക്കും നമുക്കിവിടെ മൂലമറ്റം ചേറാടി ശ്രീ മഹാഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ ബോർഡ് കാണാം. ഇത് കാണിക്കുകയും ചെയ്യണം. ഇന്ന് തൊട്ട് 2 ദിവസത്തേക്ക് ഇവിടെ ഉത്സവമാണ്. അപ്പോൾ ഈ വഴിക്കാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അതേ നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇതേ കുറച്ചുകൂടെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്നും നാളെയും നാളത്തേക്കും ഈ അമ്പലത്തിൽ ഉത്സവമാണ്.
ഒരുപാട് പേര് അമ്പലത്തിലുണ്ട് കേട്ടോ. ഈ സ്ഥലത്തിന് അക്കര വനമെന്നും അതുപോലെ 8-ാം നമ്പർ വനമെന്നൊക്കെ ഒരു പേരുണ്ട്. അക്കര വനം എന്നല്ലേ പറയുന്നേ. പണ്ടൊക്കെ ഇതിലെ നടന്നു പോകുന്ന കാര്യം ആലോചിക്കുന്നത് വെള്ളം ഒഴുകി പോകുന്ന തോട് പോലെ വഴിയാണ്. അപ്പൊ നമ്മൾ ചേറാടി നീരുന്നപ്പോഴേക്കും നമുക്ക് ചെറിയൊരു പെട്ടിക്കട കാണാം. നമുക്കൊരു ചേട്ടനെ കണ്ടായിരുന്നു. ചേട്ടാ, പേരൊക്കെ പറഞ്ഞു. എന്റെ പേര് സജീവ്. സജീവ് അല്ലേ? ചേട്ടൻ ഇവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്നു? ഞാനിവിടെ 26 വർഷമായിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ചേറാടിയെ കുറിച്ചൊന്ന് പറഞ്ഞാൽ ചേറാടിയെ കുറിച്ച് 25 വർഷത്തിന് ഇങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ കാര്യങ്ങളൊന്നും അങ്ങനെ നമുക്ക് വലിയ പരിചയമില്ലല്ലോ. എന്നാലും അന്ന് താമസിക്കുന്ന സമയത്ത് ഈ ഇവിടുത്തെ ടാറിങ്ങൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഇല്ലില്ല. ഇവിടെ ഇപ്പം ഈ ടാറിങ് ഇവിടുന്ന് 2 കിലോമീറ്റർ കൂടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 വർഷത്തോളം ആയിട്ടുള്ളൂ. നമ്മുടെ റോഷിയാസൻ MLA ആയിരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് നമ്മൾ ഇവിടെയുള്ള ആളുകളെല്ലാം കൂടെ നിവേദനമൊക്കെ കൊടുത്ത് അങ്ങനെയാണ് റോഡ് ടാറിങ് ആയത്. അതുവരെ മൺപാതയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആശ്രമത്തേക്കുള്ള ആദ്യത്തെ വഴി ഇതായിരുന്നല്ലേ? അതെ. ആശ്രമത്തിന് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഈ ചേറാടി വഴിയായിരുന്നു. മൂലമറ്റം ചേറാടി ആശ്രമം എന്നായിരുന്നു ഈ റോഡ്. ഇപ്പോഴും ഒരു 4 കിലോമീറ്ററോളം ആശ്രമത്തേക്ക് വഴി ഇപ്പം മോശമായി കിടക്കുക. യാത്ര പറ്റില്ല. ഈ 2020 പ്രകൃതി ക്ഷോഭമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും വഴി ഇടിഞ്ഞു പോവുകയും ഉരുൾപൊട്ടലുണ്ടായപ്പോഴത്തേക്കും അതിനുശേഷം അതിലൊന്നും ഈ പറഞ്ഞ പോലെ പഴയ രീതിയിലുള്ള ആളുകൾക്ക് പഴയ രീതിയിലുള്ള ഉത്സാഹമില്ല. പിന്നെ അക്കരെ വഴി കൂടെ ജലന്ധർ കൂടെയുള്ള ആശ്രമം വഴി തെളിഞ്ഞു വരികയും കൂടെ ചെയ്തു. ഇവിടെ ഉള്ളവർ ഈ പറഞ്ഞ പോലെ പഴയ കാലം വെച്ച് നോക്കുമ്പോഴത്തേക്കും അധോഗതിയിലേക്കാണ് പോയത്. യാതൊരു പുരോഗതി ഇല്ലാത്തൊരവസ്ഥ വഴിയായിട്ടും നാടൊരു അധോഗതിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ എങ്ങനെ നമുക്ക് അങ്ങനെ പന്നിശല്യം അങ്ങനെ ഉണ്ടോ? കുറച്ച് മുകളിലേക്ക് മാറി പന്നി, മുള്ളം പന്നി, കാട്ടുകോഴി, കേഴ എല്ലാം ഉണ്ട്. കേഴ ഇവിടെ വരുന്നുണ്ട്. ഒരു കുറച്ച് നാൾ മുമ്പ് ഇതിലെ ചാടി ഈ റോഡാ ചാടി പോയി. പട്ടിയുടെ ബഹളം കേട്ടാണ് നമ്മള് നോക്കുന്നത്. പിന്നെ കാട്ടുകോഴി എന്നുകൊണ്ട് അത്യാവശ്യം കാട്ടുമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ 120 കുടുംബക്കാരെ താമസിക്കുന്നുണ്ട്. അന്നത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പൊ ആൾക്കാരുടെ എങ്ങനെ ജീവിത നിലവാരം ഉയർന്നിട്ടുണ്ടോ അതോ താഴെ പോയോ? ജീവിത നിലവാരം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. പഴയ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സർക്കാർ റബ്ബർ ബോർഡുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ആളുകൾക്ക് മുഴുവൻ റബ്ബർ വെച്ച് കൊടുത്ത ഒരു ഇത് വന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് ഏറെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ KCB ക്വാർട്ടേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടോ? നേരത്തെ ആ സമയത്ത് ആ ഭാഗത്തല്ലായിരുന്നു ആൾക്കാർ കൂടുതൽ താമസിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമല്ല ആൾക്കാർ ഇങ്ങോട്ട് മാറ്റിയത് KCB? അതെ, KCB ക്വാർട്ടേഴ്സ് അതിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ഇങ്ങോട്ട് കുടിയിരുത്തുമായിരുന്നു. ശരിക്കും അവിടെ നിന്നായിരുന്നു ചേറാടി തുടങ്ങുന്നത്? ചേറാടി തുടങ്ങുന്നത് ശരിക്കും അതാണ് ചേറാടി. ആ ചേറാടി എന്ന് പറഞ്ഞാൽ തേക്കുംകൂപ്പ്, ഇപ്പോഴത്തെ നിലവിലെ തേക്കുംകൂപ്പാണ് ചേറാടി എന്ന് പറയുന്നത്. ഈ മലകളിലെ മുഴുവൻ പറഞ്ഞാല് എക്കലുകൾ പോയി അടിഞ്ഞ് അവിടെ ചേറ് കെട്ടിക്കിടക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അന്ന്. അപ്പം അവിടെയുള്ള ആളുകളെ പറിച്ച് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ പ്രദേശത്തേക്ക് ചേറാടി എന്നുള്ള പേര് മാറ്റി സ്ഥാപിക്കുന്നത്. അവിടെയായിരുന്നു ചേറാടി എന്ന സ്ഥലം. ചേറാടി അങ്ങനെയായിരുന്നു അന്ന്. അവിടെ നിന്ന് ആ ആളുകളെ ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോ ഇവിടെ ഈ പ്രദേശത്തിനും ചേറാടി എന്നുള്ള പേര് വന്നതാ. ചേറാടിയിലൂടെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കൊടുക്കും കേട്ടോ. ഈ പോകുന്ന വഴിക്ക് റോഡിന്റെ ഇരു സൈഡുകളിലും വീടുകളും കാണാം അല്ലേ? വീടുകളൊക്കെ ഇല്ല, പഴയ പോലെ അല്ല. അവിടെ എല്ലാം മാർക്ക് വീടുകളായി മാറി. ശരിക്കും പറഞ്ഞ പോലെ അല്ല. ഒരുപാട് പേർക്ക് ജോലിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇവിടെ ഉള്ളവർക്ക്. പുതിയ തലമുറ വന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊക്കെ വിദ്യാഭ്യാസമായി. പണ്ടെന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലല്ലോ. ശരിക്കും വനമായിട്ട് തന്നെ ജീവിക്കുന്ന ആളുകളാണ്. ശരിക്കും വനവാസികളായിരുന്നു അവരല്ലേ? രാജാവ്, കോഴിമല രാജാവ്. അവരുമായിട്ട് അവിടുത്തെ ഇതൊക്കെ ആയിട്ട് ബന്ധമുള്ള ആദിവാസി വിഭാഗങ്ങളാണ് ഇവിടെ. അതുതന്നെ അന്നത്തെ ഈ പണ്ടത്തെ ഇവിടുത്തെ ഫേമസ് ആൾക്കാരെന്ന് പറഞ്ഞ ഇവിടെ വെള്ളാന്, അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു. അതിനെ കുറിച്ചൊക്കെ നമ്മുടെ അമ്മ സിനിമയിലെ ഒരു പാട്ടുണ്ടല്ലോ, തേനൻ ചാമൻ വെള്ളാൻ പിന്നെ ശങ്കരൻ എന്നൊക്കെ പറഞ്ഞ പാട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞ ഈ ശരിക്കും പറഞ്ഞ 10-15 വർഷമായിട്ടുള്ളൂ അല്ലെ ഈ റോഡ് ഇങ്ങനെ ഇത്ര രീതിയിലായിട്ടുണ്ട്.
അതുവരെ റോഡ് മുഴുവൻ ഓഫ് റോഡായിരുന്നു. ടാറിംഗ് ഇല്ലല്ലോ. ഇടയ്ക്കല്ല, ഇടയ്ക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുക. ഗട്ടർ മാത്രമേ ഉള്ളൂ. മുഴുവൻ തോട്ടപ്പയറാണോ അതോ കാട്ടുപയറോ? തോട്ടപ്പയർ. ഒരു വീട് പണി പൂർത്തിയായി വരുന്നുള്ളൂ. ഇവിടെ 2021 ഉരുള് പൊട്ടിയ സ്ഥലമാണ്. നേരെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ അട്ടമ്പടിമല. ചെറിയൊരു ചപ്പാത്തൊക്കെ കഴിഞ്ഞു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴേക്കും ഈ ടാറിങ് തീരും. ഈ നാട്ടുകാരെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വഴി ഉണ്ടല്ലോ, ഇതൊന്ന് ടാർ ചെയ്ത് കിട്ടുകയാണ് ഇവരുടെ മെയിൻ പ്രശ്നം. ഇവിടുന്ന് കലാകാരന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലേ, ഇവിടുന്ന് കലാകാരനായ ആളാണ് ഗോവിന്ദൻ മാഷ് എന്ന് പറഞ്ഞ പുള്ളി. പുള്ളിയുടെ ശിക്ഷണത്തിൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് സ്കൂളുകളിൽ നിന്ന് പരിചമുട്ടിന് സംസ്ഥാന തലത്തിൽ പോലും ഫസ്റ്റ് പ്രൈസ് നേടിയിട്ടുണ്ട് ഒരുപാട് സ്കൂളുകൾ. പുള്ളി ഇവിടുന്ന് പുറത്തെ സ്കൂളുകളിൽ പോയി പരിചമുട്ട്, ദഫ്മുട്ട്, ഡാൻസ് ഇതെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ചേറാടിയിലെ അറിയപ്പെടുന്ന കലാകാരനാണ്. അതുപോലെ ബിജു ആശാൻ പിന്നെ ബിജു ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് കലാരംഗത്ത്, ഒരുപാട് ആളുകളുണ്ട്. അതെ, ഇവിടെ കൊണ്ട് നമ്മുടെ നല്ല വഴി തീർന്നു കേട്ടോ. ഇനി അങ്ങോട്ട് ഓഫ് റോഡാ, മൺവഴിയാണ്. ഇവിടെയൊക്കെ താഴെ ഭാഗത്തൊക്കെ വീടുകളുണ്ട്. 2021 അടുത്ത ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണ് നമ്മളിപ്പോ കാണുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഈ വഴി ഒടിച്ചു പോയായിരുന്നു. ഇവിടെയാണ് ഒരു ഉരുള് വന്നിട്ട് ഈ ആശ്രമം വഴി ഒടിച്ചു പോയായിരുന്നു. ഈ ഭാഗത്തോടെ ഒന്ന് ഉരുള് വന്നേ. ഈ വഴി ഇറങ്ങി തിരിഞ്ഞ് അമ്മ ലൊക്കേഷനിലോട്ടല്ലേ ഇല്ലല്ലേ? നമ്മളന്ന് പോയില്ലായിരുന്നു, അങ്ങോട്ടേ ഇല്ലെന്ന്. ഇവിടെ ഈ ഭാഗത്തേക്ക് അങ്ങ് ഉരുളങ്ങ് പോയത്. പക്ഷെ അന്ന് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, ആളപായമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കൃഷിനാശമൊക്കെ സംഭവിച്ചായിരുന്നു. വഴി എന്തോ തെളിക്കോ അങ്ങനെ എന്തോ ചെയ്തു അല്ലേ? ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഓട്ടോറിക്ഷയ്ക്ക് അല്ലെങ്കിൽ ജീപ്പൊക്കെ കയറി വരാൻ സുഖമായിട്ട് വരാം. നമ്മുടെ സ്കൂട്ടർ ആണെങ്കിൽ പോലും കുഴപ്പമില്ല പോകുന്നുണ്ട്. ഇപ്പൊ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മാറും, അതാണ് അല്ലേ? മഴ പെയ്താൽ മൊത്തം പോയി. ഒരു സൈഡിലെ മല ഇങ്ങനെ ഫോട്ടോ പോലെ നിൽക്കുന്നത് അല്ലേ? ശുമാമ്പഴം വലിയൊരു മരം നിൽപ്പുണ്ടല്ലോ. വെള്ളപ്പശയാണോ? വെള്ളപ്പശ. ഈ ഭാഗത്തൊക്കെ ഒന്ന് ഏറ്റവും കൂടുതൽ കാണുന്നത് വെള്ളപ്പശയല്ലേ? ഈ വനത്തിൽ അവിടെ കയറി കഴിഞ്ഞാൽ വെള്ളപ്പശ. വലിയൊരു പാറ കിടക്കുന്നു. അപ്പുറത്ത് കാണുന്നത് നമ്മുടെ ആശ്രമം വഴിയാണ്. ഈ രണ്ട് വഴിയേയും വേർതിരിക്കുന്നതാണ് നച്ചാറ്. 3 കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ടേ. അങ്ങനെ ചെയ്താൽ നമുക്ക് ആശ്രമത്തിൽ എല്ലാം പറ്റുള്ളൂ. പക്ഷേ നമ്മുടെ ഈ അവസ്ഥയിൽ ഈ വണ്ടി കൊണ്ട് അങ്ങോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടപടിയുള്ള കാര്യമല്ലാത്തതുകൊണ്ട് നമുക്ക് അല്ലേ. അങ്ങോട്ട് പിന്നെ സജീവട്ടം പറഞ്ഞായിരുന്നു വഴി അങ്ങോട്ട് മോശമാവും, വണ്ടി കൊണ്ടുപോകത്തില്ലെന്ന് ഇവിടെയുള്ളവർ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വണ്ടിയായിട്ട് അങ്ങ് പോകാൻ പറ്റൂല അല്ലേ. അപ്പോൾ നമുക്ക് തിരിച്ചു പോരാം. അപ്പോൾ ഈ കാണുന്നത് കണ്ടോ, ഈ കാണുന്നത് തേരകം എന്ന് പറഞ്ഞൊരു മരമാണ്. ഇതിൻ്റെ ഇല പണ്ട് കാലത്ത് നമ്മൾ മീനൊക്കെ മേടിക്കുമ്പോൾ മീൻ വൃത്തിയാക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ ഇലയൊക്കെ. ഇത് കായുണ്ട് കേട്ടോ, കായ മഞ്ഞ കളറിലും. അതുപോലെ ഇതിൻ്റെ പുറത്തെ ഒരരമുണ്ട് കണ്ടോ, ഒരരമുണ്ട്. സൗണ്ട് കേൾക്കാണ്ടോ, ഒരു അരം പോലെ ഉണ്ട്. അത് മീനെ കുറച്ച് ഉപയോഗിക്കും, അതിൻ്റെ ചതമ്പൽ പോകില്ലേ. അങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് നമ്മുടെ ചേറാടി ഗ്രാമത്തിലെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും കേട്ടോ. ഈ വീഡിയോ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.